വാസ്തവത്തിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചുമതലയേറ്റത് സകല കോൺഗ്രസുകാർക്കും ആവേശം നൽകിയിരുന്നു. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കോൺഗ്രസിനെ നയിക്കാൻ തന്റെ ഇടമുള്ള നേതാവിന്റെ അഭാവം വളരെ ദൃശ്യമായി. ഈ ആശയസമന്വയവും സ്നേഹവും സമാധാനവും ഒന്നുമല്ല കോൺഗ്രസിനെ നയിക്കാൻ വേണ്ടത്, തന്റെ ഇടത്തോടു കൂടി വേണം. കാരണം മറുഭാഗത്ത് പിണറായി നയിക്കുന്ന CPM ആണ് കോൺഗ്രസിന്റെ വലിയ ശത്രുക്കൾ. പിണറായിയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കെൽപ്പുള്ള ഒരു നേതാവാണ്, പിണറായിയുടെ മുമ്പിൽ മുട്ടുപറയ്ക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് KPCC പ്രസിഡന്റായി വരേണ്ടത്. അങ്ങനെ ഒരു കണ്ണൂരുകാരനെ കിട്ടിയപ്പോൾ എല്ലാവരും കൈയടിച്ചു. സുധാകരൻ തന്റേടിയാണ്, പ്രഗത്ഭനാണ്, മിടുക്കനാണ്, നേരിടാൻ അറിയാം. അണികൾക്ക് ആവേശമുണ്ടായി, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. സുധാകരന്റെ കൈകാലുകൾ കെട്ടിയിട്ട് ഈ പാർട്ടി സംവിധാനം മുഴുവൻ നിയന്ത്രണം പിടിക്കാൻ ശ്രമിച്ചിട്ടും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സുധാകരൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അണികൾക്ക് വലിയ ആവേശമുണ്ടായി. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരൻ ഒരു വിജയമാണ്. സുധാകരന് കുറച്ചുകൂടി അവകാശമുണ്ടായിരുന്നെങ്കിൽ, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ സുധാകരൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുമായിരുന്നു. പക്ഷേ ആ സുധാകരനെ ഇപ്പോ എങ്ങനെയെങ്കിലും പുകച്ചു ചാടിക്കണം എന്ന് പറഞ്ഞ് ചിലർ രംഗത്തിറങ്ങിയിരിക്കുന്നത് അത് അനുചിതമാണ്. ഒരു ആവശ്യവുമില്ല. സുധാകരൻ ആരോഗ്യ പ്രശ്നമുണ്ട്. കോമായിൽ കിടന്ന ഒരാളെ ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് മന്ത്രിയാക്കി സംരക്ഷിച്ച കോൺഗ്രസ് പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇപ്പോഴത്തെ ദീപാദാസ് മുൻഷി. അവിടെയാണ് സുധാകരൻ ആരോഗ്യമില്ല. സുധാകരൻ സംസാരിക്കുന്ന നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ല, തന്റെ പണി ഈ വിജയൻ എന്ന് പറയുന്ന പരാജിതന്റെ അധികാരമൊഴിപ്പിക്കലാണ് എന്ന് തുറന്നു പറഞ്ഞ ഒരു നല്ല KPCC പ്രസിഡന്റ്